ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിന് ഇസ്രായേലിന് അനുവദിച്ച സമയപരിധി കഴിഞ്ഞതോടെ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൂതികൾ പ്രഖ്യാപിച്ച സമയപരിധി പാലിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതിനാലാണ് ചെങ്കടലിലേക്കുള്ള എല്ലാ ഇസ്രായേലി കപ്പലുകളുടെയും കടന്നുപോകൽ നിരോധനം പുനരാരംഭിക്കുന്നത് സായുധ സംഘം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. ഈ നിരോധനം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇസ്രായേലി കപ്പലും പ്രഖ്യാപിത പ്രവർത്തന മേഖലയിൽ ആക്രമിക്കപ്പെടും എന്നും സായുധ സംഘം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അറേബ്യൻ കടൽ, ബാബ് അൽ മദൈനി കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ഈ നിരോധനം ബാധകമാണെന്ന് സംഘം അറിയിക്കുകയും ചെയ്തു. ഗാസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേലി കടൽപാതയെ ലക്ഷ്യമിടാനാണ് ഹൂതികൾ തീരുമാനിച്ചിരിക്കുന്നത്. ചെങ്കടലിലെ ഹൂതികളുടെ അക്രമങ്ങൾ ആഗോള വ്യാപനത്തെ അടക്കം ബാധിക്കുകയും ചെയ്യും. സൂയിസ് കനാലിന് പുറത്തേക്കുള്ള ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്ര ഗതാഗതത്തിന്റെ ഗണ്യമായ അളവ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘയാത്ര നടത്താൻ നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലുമായുള്ള ബന്ധങ്ങളുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ സംഘം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ ഹമാസിനെ പിടികൂടിയ ശേഷമേ തടവുകാരെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന പ്രതീക്ഷയിൽ മാർച്ച് 2 യുദ്ധത്തിൽ തകർന്ന ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞപ്പോൾ ആക്രമണങ്ങൾക്ക് പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹൂതികൾക്ക് സപ്പോർട്ടുമായി ഇപ്പോൾ ഇറാനും രംഗത്ത് വന്നു. ആയുധ ശേഖരണങ്ങളും ആണവായുധങ്ങളും കൊണ്ട് ഇപ്പോൾ ഇറാനും ഹൂതികളെ സഹായിക്കാൻ രംഗത്ത് വരും.